നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധനത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപൂർവം ചിലരൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാകാം, പക്ഷെ അധികം പേരും ഇത് കണ്ടിട്ടില്ലായിരിക്കും. ഇതൊരു കളിത്തോക്ക് പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ പേരാണ് ഗ്ലൂ ഗൺ. അതായത് പശ നിറച്ചിട്ടുള്ള ഒരു കളിത്തോക്ക് മോഡൽ. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഞാനിത് പ്രിഫർ ചെയ്ത് വാങ്ങിയതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മണി പ്ലാന്റൊക്കെ ഈ ചൂടിയില്ലേ, അപ്പോൾ സ്റ്റിക്ക് മേലെ ചൂടി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നമ്മൾ പടർത്തൂല്ലേ മണി പ്ലാന്റിനാണ്. അപ്പോൾ അതങ്ങനെ ചട്ടിയിൽ നിങ്ങൾ അങ്ങനെ ഞാനൊക്കെ ടെറസ് മേലെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിനാണിത് ഞാൻ ഈ ഗൺതോക്കല്ല ഗ്ലൂ ഗണ്ണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലവണ്ണം നമുക്കൊരു യൂസ്ഫുള്ളായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാനിത് മൂലക്കിട്ടു. പിന്നെ വീണ്ടുമാണ് താഴത്തെ മേശയുടെ അടി ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് യൂസ് ചെയ്യേണ്ട സംഭവമൊക്കെ ഈ ഗ്ലൂ കാണുന്നില്ലേ ബേക്കിൽ പൈപ്പ് പോലെയുള്ള അതെങ്ങനെയാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ യൂട്യൂബിലെ ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാനൊക്കെ വാങ്ങുന്ന കൂട്ടത്തിലാണ്. പിന്നെ എനിക്കത് ഉപയോഗശേഷം പിന്നെ ഞാനത് ഏതെങ്കിലും കോർണറിൻ്റെ എവിടെയെങ്കിലും കബോർഡിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും ഇട്ടിട്ട് അത് പിന്നെ ഏതെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴാണ് സാധനം കാണുക. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം പിന്നെ നമുക്ക് ഈ പ്ലഗ് പെട്ടെന്ന് ഈ എന്താ പറയുക, ഇതില്ലേ സംഭവം പ്ലഗിൻ്റെ ലെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് അതിന് ഞാൻ എക്സ്റ്റൻഷൻ കോഡ് എടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ കോഡ് എന്ന് വെച്ചാൽ, എക്സ്റ്റൻഷൻ കോഡ് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാം. അതുപോലെ എന്തെങ്കിലും ഇസ്തിരിയൊക്കെ ഇടുമ്പം പാട്ടെല്ലാം കേൾക്കേണ്ടെങ്കിലാണ് എക്സ്റ്റൻഷൻ കോഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഗ്ലൂ ഗൺ അല്ലെങ്കിൽ പശത്തോക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഗണ്ണ് അങ്ങനെയൊക്കെ പറയാം, ഇതിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എക്സ്റ്റൻഷൻ കോഡ്. പിന്നെ ഇനി എന്താ വേണ്ടേ, ഈ ഗ്ലൂ ഗണ്ണിൻ്റെ വയറ് ഈ ഭാഗത്ത് കൊടുത്ത് സ്വിച്ചിട്ട് കത്തിയില്ല. അപ്പോൾ ഇനി നമുക്ക് കാണിച്ചു തരേണ്ട നിങ്ങൾക്ക് ഇവിടെ റെഡ് ബട്ടൺ കാണുന്നില്ല, അതാ. അപ്പം ഇതും കത്തിയില്ല. ഗ്ലൂ ഗൺ ഇതിൻ്റെ പേര്. 110 250 വോട്ട് 50 ഹെർട്സ് 20 വാട്ട് 220 വാട്ട് എന്നല്ല കാണുന്നത്. ഇത് ഗൺ ഈ സംഭവമല്ല, ഈ അറ്റം ഇതിപ്പം ചൂട് പിടിക്കുന്നുണ്ട് കേട്ടോ, നല്ല അങ്ങനെ. പിന്നെ ഇതിൽ തൊടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം നല്ല ചൂടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നില്ല നിങ്ങൾ, ഇത് അമർത്തുമാണ് ഈ പുറകു വശത്തുള്ള ഗ്ലൂ ഇല്ല, ഗ്ലൂവിൻ്റെ പൈപ്പ് അത് ഉരുകിയിട്ട് ചൂട് പിടിക്കുമ്പോൾ അതിങ്ങനെ ഉരുകി ഈ സ്ഥലത്തില്ലേ, അതായത് ഇവിടെ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഈ അറ്റത്തുനിന്ന് ഈ ഗ്ലൂ ഉരുകിയിട്ട് നമുക്ക് എവിടെയാണോ പശ വേണ്ടത് അവിടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു വീഡിയോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ള. അപ്പോൾ ഇത് ഓഫ് ചെയ്യട്ടെ.
ഓക്കെ, എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ചെരുപ്പിൻ്റെ ഈ സൈഡ് ചെറുങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഈ ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആദ്യം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പം ഈ ഇവിടെയുള്ള പൈപ്പില്ലേ, ഇത് നല്ലവണ്ണം ചൂട് പിടിച്ചിട്ട് ഉരുകിയിട്ട് ഇതിൻ്റെ ഈ അറ്റമില്ലേ, ഈ കുറുത്ത ഭാഗം, ഇതാ കുറുത്ത ഭാഗം അവിടത്തേക്ക് എന്ത് ചെയ്യും, ഈ നമ്മളിങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഗണ്ണ് താഴേക്ക് വരും. അപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ, ഗണ്ണ് വീതം ഉണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തും അവിടെ ഒന്നിങ്ങനെ നല്ലവണ്ണം ഒന്ന് ആയി കൊടുക്കുക. പിന്നെ ഇത് ഉണങ്ങാൻ കുറച്ച് നേരം ടൈം നമ്മൾ വെച്ച് കൊടുക്കണം, 5-10 മിനിറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്ത് പിന്നെ